കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 അവസാനിക്കുമ്പോൾ രണ്ട് പേരുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ അവർക്ക് മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി പൊരുതിയ അഖിൽ സ്കറിയ, രണ്ടുപേരുമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ബാറ്റിംഗിൽ 479 റൺസ് എടുത്ത് ടൂർണമെന്റിൽ ടോപ്പ് സ്കോററായത് KP ആണ്. ബൗളിംഗിൽ 25 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ബാറ്റിംഗിലും അഖിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ആദ്യം KP 479 റൺസ് എന്ന് പറയുന്നത് ചെറിയ ടോട്ടലൊന്നുമല്ല, ഒരു സെഞ്ചുറി അടക്കമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു KCL സീസൺ 2? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആസ് എ ബാറ്റ്സ്മാൻ നമ്മളൊരു ഇൻഡിവിജ്വലി ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, നമ്മളൊരു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോർ ആവാന്ന് പറഞ്ഞ ഒരു ബാറ്ററെ സംബന്ധിച്ച ഒരു ഡ്രീമാണ്. നമ്മൾ ഒരു എയിം ചെയ്യുന്നു, നമ്മളൊരു ഇൻഡിവിജ്വൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ആസ് എ ക്യാപ്റ്റൻ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടീമിൻ്റെ ഒരു പെർഫോമൻസ്, കാരണം നമുക്കൊരു വിത്തിൻ 7-8 മാച്ചസിനുള്ള ഒരു ടൂർണമെൻറ്റിൽ നിന്ന് ഔട്ടാവെന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയറാണ്. ഒരുപാട് ക്ലോസ് മാച്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാതെ ലക്ക് ഫാക്ടറിൻ്റെ ആവാം, നമ്മൾ ആ ഒരു ഫിനിഷ് ചെയ്യാത്തതായിരിക്കാം ഗെയിംസ്. ചിലപ്പം കുറച്ച് ചെറിയ റീസൺസിന് നമ്മൾ കുറച്ച് കൈവിട്ട് പോയ മാച്ചസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഒരു ഫൈനൽ നമ്മളിരുന്ന് സ്പെക്ടേറ്ററിൻ്റെ ഇരുന്ന് കാണുന്നതും അത് നമുക്കൊരു വിന്നിങ് ടീം സെലിബ്രേറ്റ് ചെയ്യുന്നതും കാണുമ്പം നമുക്കൊരു ചെറിയൊരു വിഷമമുണ്ട് ഉള്ളിൽ. കാരണം നമ്മളത് ആഗ്രഹിച്ച് വന്നിട്ടത് നേടാൻ പറ്റാതെ, പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റനാകുമ്പം ഒരു ഡ്രീമാണ് നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ട്രോഫി നമ്മളൊരു കയ്യിലെടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലി ഒരു പെർഫോം ചെയ്യുന്നതിനേക്കാളും ഒരു 2 സ്റ്റെപ്പ് മുകളിലുള്ള ഒരു ഏറ്റവും ഒരു ഡ്രീമാണ് നമുക്ക് ആ ഒരു ഇത്. പക്ഷേ എന്നാൽ പോലും അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ പോലും വ്യക്തിഗത പ്രകടനത്തിൽ തൃപ്തനാണ്. തീർച്ചയായും വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്ക് ഒരു ടൂർണമെന്റ് ഇത്രയും പെർഫോം ചെയ്യുക, ഒരു ബ്രേക്ക് ത്രൂ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അതിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയുള്ളൂ ഈ ഒരു ഇത്. സോ നെക്സ്റ്റ് ഇയർ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് വന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. സോ ഇനി എൻ്റെ ബാക്കി നെക്സ്റ്റ് ഒരു സീസണിൽ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പോയല്ലേ KP എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, അതായത് ഞങ്ങളൊരു ജില്ലക്കാരാണ്. KP വൈക്കംകാരനാണ്, ഞാൻ മുണ്ടക്കയാണെന്ന് കുറച്ച് അതിർത്തി ഇച്ചിരി ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അഖിലും തൊടുപുഴക്കാരനാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അഖിലെ ഈ പറയുന്ന ഈ ഒരു ടൂർണമെൻറ്റ് അഖിലിനെയും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ബാറ്റിങ്ങിലും ഉണ്ട് ബൗളിങ്ങിലും ഉണ്ട്. 25 വിക്കറ്റുകൾ എടുക്കുക ഒരു T20 ടൂർണമെൻറ്റിൽ എങ്ങനെ സാധിച്ചു? അല്ല, ആദ്യം തന്നെ എന്താ പറയുക, ദൈവത്തിന് നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ വേണം. നമ്മൾ എത്ര വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള സാധനം ഉണ്ട്, പക്ഷേ ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കും. അപ്പം ഒരുപാട് സന്തോഷമായി. 25 വിക്കറ്റ് ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ 2ാമത്തെ വർഷമാണ് അടുപ്പിച്ച് 25 വിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. കാരണം 2 വർഷം അടുപ്പിച്ച് പർപ്പിൾ ക്യാപ്പ് കിട്ടുക എന്നുള്ളൊരു സംഭവം അത്ര ഈസി അല്ല. അത് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഈ അടയാളപ്പെടുത്തിയ ഒരു പ്ലെയർ ഉണ്ട്, വിഘ്നേഷ് പുത്തൂര്. അപ്പോൾ അഖിൽ സ്കറിയയുടെ പേര് കൂടി IPL സ്കൗട്ട് അവിടെ വന്ന ഏജന്റുമാരുടെ ശ്രദ്ധയിലേക്ക് അഖിൽ സ്കറിയ എന്നുള്ള പേര് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ IPL സീസണിലേക്ക് ഒരു വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം IPL എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അവർ നോക്കും, പക്ഷേ എപ്പോഴും പെർഫോമൻസ് മാത്രമല്ല ക്രൈറ്റീരിയ. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പം 2 വർഷം പർപ്പിൾ ക്യാപ്പായി എനിക്കൊരു IPL ടീമിലോട്ട് സെലക്ഷൻ കിട്ടും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തനിയെ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ പാർട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, റിസൾട്ട് തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു. ആശംസിക്കുന്നു അങ്ങനെ വരട്ടെ എന്നുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് KP കുറിച്ച് എന്നാ അഖിലിന് പറയാനുള്ളത്? KP എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ചില ഒരു എന്താ പറയുക, ഒരു 114 റൺസ് ഒരു സെഞ്ചുറി അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ കാര്യമൊന്നുമില്ല. ടീം അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ്. KP കുറിച്ച് എന്നാ പറയാനുള്ളത്? ഇവൻ എൻ്റെ ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. അപ്പം വെറുതെ പറയണല്ല, ഏറ്റവും വലിയ സുഹൃത്താണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എൻ്റെ ക്രിക്കറ്റിലും ലൈഫിലുമായിട്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഗ്രേറ്റ്ഫുൾ ഇപ്പോൾ ഞാനാണ്. കാരണം എൻ്റെ ഇടവും വലവും നിൽക്കുന്നത് ക്രിക്കറ്റിലെയും അതിനപ്പുറത്തേക്കുള്ള 2 ഏറ്റവും ആത്മമിത്രങ്ങളാണ് എനിക്ക് ഇടവും വലവും ഉള്ളത്. ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നിയതിനകത്ത് എനിക്ക് എന്നോട് തന്നെ സന്തോഷമുണ്ട്. ഇനി നിങ്ങൾക്ക് തുടരാം. എന്താ പറയുക, ഞാൻ എൻ്റെ ഒന്നും മേടിച്ചാൽ, പക്ഷേ എനിക്ക് തീർച്ചയായും വളരെ സന്തോഷം. എനിക്ക് നമ്മളിലേക്കല്ലാതെ എനിക്ക് വേറൊരു നെക്സ്റ്റ് പ്ലെയർ ഒന്ന് രക്ഷപ്പെട്ട് കാണണം, അല്ലാതെ എന്നോടൊപ്പം തന്നെ ഒന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. കാരണം അവനെ നിർത്തിക്കൊണ്ട് പറയുമല്ല, ക്യാമറയുടെ ഫ്രണ്ടിലും പറയുമല്ല, അവന് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു കാര്യമാണ്. എനിക്ക് ക്രിക്കറ്റ് ആയാലും ക്രിക്കറ്റിൻ്റെ പുറത്തായാലും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവൻ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങൾ ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കാനില്ല. അതേ ആശംസ തന്നെയായിരിക്കും ഇപ്പുറത്തേക്കുള്ളതെന്ന് എനിക്കറിയാം. എന്നാലും അതും കൂടെ പറയാം. എനിക്കും അവൻ റണ്ണടിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തുനിന്ന് കുറേ നല്ല പെർഫോമൻസ് വരുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാവാറുണ്ട്. ഞാനിപ്പോൾ അവൻ്റെ കളി നമുക്ക് എഗെയിൻസ്റ്റ് അല്ലാത്ത കളികളിൽ അവർ റണ്ണടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവൻ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മളായിട്ട് മാത്രം നമ്മൾ റൈവൽസാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ഔട്ടാവണേ എന്നുള്ള സംഭവം അത് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. അത് ഞാൻ അവൻ്റെ ടീം എഗെയിൻസ്റ്റ് കളിക്കുമ്പോൾ അവനും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുക. അത് പാർട്ട് ഓഫ് ദി ഗെയിമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം
അവൻ ഏത് മാച്ച് കളിക്കുമ്പോഴാണെങ്കിലും അവൻ റണ്ണടിക്കാനും അവൻ്റെ കളിക്കുന്ന മാച്ചാണെങ്കിൽ ഞാൻ സ്കോർ നോക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പം അവനും ഭാവിയിൽ ഇനിയും ഒരുപാട് നല്ല പെർഫോമൻസും IPL ഒക്കെ കിട്ടണമെന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഞാനും വലിയ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ക്രിക്കറ്റിലെ രണ്ട് ആത്മമിത്രങ്ങൾ ഈ ടൂർണമെന്റിന്റെ താരങ്ങളായിട്ട് അടയാളപ്പെടുത്തുന്നു. ബാറ്റിംഗിൽ തിളങ്ങിയ കൃഷ്ണപ്രസാദ്, ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങിയ അഖിൽ സ്കറിയ. രണ്ടുപേർക്കും അടുത്ത IPL-ലേക്കുള്ള വഴി തുറക്കാൻ കേരള ക്രിക്കറ്റ് സീസൺ കഴിയട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന കൂടി ഇവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അങ്ങനെ ബാറ്റിംഗിലും ബൗളിംഗിലും ഇനിയുള്ള മത്സരങ്ങളിലും ഇവർ തിളങ്ങട്ടെ. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് എസ് അനോഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.